ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ക്ലാസ് എന്ന് പറഞ്ഞാൽ 4ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ 6ാമത്തെ പാഠഭാഗമായ മൻജത്ത വജത എന്ന പാഠഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഈ ഒരു വീഡിയോയിലൂടെ തന്നെ. അപ്പോൾ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ട് പഠിക്കുക. ഓക്കെ, മൻജത്ത വജത പറഞ്ഞ അർത്ഥം എന്താണ്? പരിശ്രമിക്കുന്നവൻ എത്തിക്കും എന്നതാണ്. പരിശ്രമിക്കുന്നവൻക്ക് നേടിയെടുക്കാൻ പറ്റും, വിജയിക്കാൻ പറ്റും എന്നതാണ് നമ്മുടെ പാഠത്തിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ, ഇതിൽ ഈ ചുവപ്പ് കളറിൽ കൊടുത്തിട്ടുണ്ട് നോക്ക്. അന്തും, കുല്ലുക്കും, അന്തുന്ന, കുല്ലുക്കുന്ന, അന്തുമാ, കുമാ. ഇതൊക്കെ നമുക്ക് എന്താണെന്ന് നമുക്ക് ഈ പാഠഭാഗം കഴിയുമ്പോഴത്തേന് ഞാൻ ക്ലിയർ ആക്കി തരാം. നമുക്ക് ആദ്യം പാഠത്തിലേക്ക് പോവാം. ഓക്കെ, വസഹൽ ഉസ്താദ് കൊടുത്തു, വിതരണം ചെയ്തു, ഫിസഫി ക്ലാസ്സിൽ, വറക്കത്തുൽ ഇംതിഹാൻ പരീക്ഷ പേപ്പർ, റുബുഹുസന ക്വാർട്ടർലി പരീക്ഷ പേപ്പർ ഉസ്താദ് ക്ലാസ്സിൽ വിതരണം ചെയ്തു. വക്കാല ഉസ്താദ് പറഞ്ഞു, യാ തുല്ലാബ് വിദ്യാർത്ഥികളെ, അന്തും നിങ്ങൾ, കുല്ലുക്കും എല്ലാവരും, നാജിഊന വിജയിച്ചിരിക്കുന്നു, വയാ ത്വാലിബാത്തു വിദ്യാർത്ഥിനികളെ, അന്തുന്ന നിങ്ങൾ, കുല്ലുക്കുന്ന നാജിഹാത്തും ഫിൽ ഇംതിഹാൻ നിങ്ങളും എല്ലാവരും എന്ത് പരീക്ഷയിൽ വിജയിച്ചിരിക്കുന്നു എന്ന് ഉസ്താദ് പറയും. ഓക്കെ, ഫസാല അനീസ്, അപ്പോൾ അനീസ് ചോദിക്കും, യാ ഉസ്താദേ മനിൽ ഫാഹിക്കി ഫിൽ ഇംതിഹാൻ, ആരാണ് പരീക്ഷയിൽ ഫ്രണ്ടിൽ ഫസ്റ്റ് ആർക്കാണെന്ന് ചോദിക്കുകയാണ്. ആര്? അനീസ്. അപ്പോൾ ഉസ്താദ് പറയും, സഈദ വ ഹഫീഫ ഫാഇഖത്താനി ഫിൽ ഇംതിഹാൻ, സഈദയും ഹഫീഫയുമാണ് നമ്മുടെ പരീക്ഷയിൽ ഫസ്റ്റ് നിൽക്കുന്നത്. യാ ത്വാലിബാത്തി അൻതുമാ മുജ്തഹിദാനി, വിദ്യാർത്ഥിനികളെ, നമ്മൾ സഹീദനെയും ഹഫീഫനെയും വിളിച്ചിട്ട് പറയാണ്, വിദ്യാർത്ഥികളെ, അൻതുമാ നിങ്ങൾ രണ്ടുപേരും മുജ്തഹിദാനി, എക്സലൻറ്റ്, കൺഗ്രാറ്റുലേഷൻസ് എന്നൊക്കെ പറയാണ്. അനീസ്, കൈഫ കാനത്ത് ദാരിസത്തുക്കുമാ, അപ്പോൾ ചോദിക്കുകയാണ് അനീസ്, എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചത്, എങ്ങനെയാണ് നിങ്ങളത് നേടിയെടുത്തതെന്ന് നമ്മുടെ അനീസ് ഈ സഈദനോടും ഹഫീഫിനോടും ചോദിക്കുകയാണ്. അപ്പോൾ സഈദയും ഹഫീഫയും പറയും, ദറസ്ന ഞങ്ങൾ രണ്ടാളും നല്ലപോലെ പഠിച്ചു, ജയ്യിദൻ നന്നായി പഠിച്ചു, അള്ളാഹുവിനോട് ചോദിച്ചു, ദുആ ചെയ്തു, സിർന ഫയത്തേനി അങ്ങനെ ഞങ്ങൾ രണ്ട് വിജയികളായിട്ട് മാറി. ഉസ്താദ് പറയും, അഹ്സൻതുമാ രണ്ടാക്കും നല്ലത് വരട്ടെ, ജസാക്കും അല്ലാഹു ഹൈറൻ നന്നായി വരട്ടെ എന്നുള്ള ഒരു ഇത് കൊടുക്കുകയാണ്, ഒരു ആശീർവാദം, ഒരു അപ്രീസിയേഷൻ കൊടുക്കുകയാണ്. സഈദ വ ഹഫീഫ അവർ ചോദിക്കും, അവർ പറയും, ശുക്രൻ യാ ഉസ്താദേ ഞങ്ങളുടെ ഉസ്താദേ, ശുക്രൻ നന്ദി. ഉസ്താദ് പറയും, യാ ഫഹീം വ സലീം വാജിബുൻ അലൈക്കുമാൻ അൻ തുഹസിന ദിറാസത്തുക്കുമാ നിങ്ങളുടെ മേൽ നിർബന്ധമാണ്, അൻ തുഹസിന ദിറാസത്തുക്കുമാ നിങ്ങൾ ഒന്നും കൂടി നന്നായിട്ട് പഠിക്കണം, നിങ്ങൾക്ക് മാർക്ക് കുറവാണ്, അതുകൊണ്ട് നിങ്ങളുടെ മേൽ ഒന്നും കൂടി നല്ലപോലെ പഠിക്കൽ നിർബന്ധമാണ് എന്ന് ഉസ്താദ് പറയും. വ നത്തീജത്തുക്കുമാ ഫിൽ ഇംതിഹാനു നിസ്ഫുസന എന്നിട്ട് അടുത്ത അരക്കൊല പരീക്ഷയിൽ നിങ്ങൾ നല്ല മാർക്ക് വാങ്ങണം. ഓക്കെ, അവരോട് പറയാണ്. ഫഹീമും സലീമും പറയും, സനജ്തഹിദു ഇൻഷാ അല്ലാഹ് ഉസ്താദെ ഞങ്ങൾ നേടിയെടുക്കും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കഴിയും, ഞങ്ങൾ മാർക്ക് വാങ്ങും എന്ന് പറയാണ്. അപ്പോൾ ഉസ്താദ് പറയും, മൻജത്ത വജത എന്താണ്? ആഗ്രഹിക്കുന്നവൻ അല്ലെങ്കിൽ പരിശ്രമിക്കുന്നവൻ എത്തിക്കുമെന്നത്. ഇനി നോക്കാം നക്റൗവനഫ്. ഇനി നമുക്ക് നോക്കാം, ആ റെഡ് കളറിൽ കൊടുത്തത് ഇവിടെ ഒന്നും കൂടി എടുത്തു കൊടുത്തിട്ടാണ്. ഇവിടെ എന്താ വരുന്നത് വെച്ചാൽ, ഓക്കെ ഗൈസ്, അപ്പോൾ യാ തുല്ലാബ് കുട്ടികളെ, അന്തും നിങ്ങൾ, കുല്ലുക്കും നാജിഹൂന നിങ്ങൾ എല്ലാവരും വിജയിച്ചു. അപ്പോൾ തുല്ലാബ് എന്നുള്ളത് ഒരു പ്ലൂരലാണ്. അപ്പോൾ കുട്ടികളെ എന്നുള്ളത് അവരോട് ഇതറിയാം, നിങ്ങൾ എന്ന് പറയുന്നതിനാണ് അന്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ, കുല്ലുക്കും എല്ലാവരും, നാജിഹൂൻ വിജയിച്ചു, അതാണ് അന്തും എന്ന് പറഞ്ഞാൽ കുറേ പ്ലൂരലായിട്ട്, കുറേ മെയിൽ, കുറേ ആൺകുട്ടികളുണ്ടെങ്കിൽ കുറേ ആണുങ്ങളുണ്ടെങ്കിലാണ് അന്തും എന്ന് യൂസ് ചെയ്യാം. ഒരു ഫീമെയിൽ ആണെങ്കിൽ, ഒരു പെൺകുട്ടിയാണെങ്കിൽ അന്തുന്ന, കുറേ പേരുണ്ടെങ്കിൽ അന്തുന്ന. ഇവിടെ കുല്ലുക്കും എന്നുള്ളത് കുല്ലുക്കുന്ന എന്നാക്കി മാറും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് 2 പേരുണ്ടെങ്കിൽ അന്തുമാ. നോക്ക്, അന്തുമാ ഫാഹിയത്താനി ഫിൽ ഇംതിഹാൻ നിങ്ങൾ 2 പേരും വിജയിച്ചു. യാ ത്വാലിബാത്ത് വിദ്യാർത്ഥിനികളെ നിങ്ങൾ 2 പേരും നന്നായി പരിശ്രമിച്ചു, അതാണ് വരുന്നത്. അപ്പോൾ രണ്ടും അന്തുമ എന്ന് പറഞ്ഞാൽ 2 പേർക്കാണ് അന്തുമ എന്ന് യൂസ് ചെയ്യുക. നെക്സ്റ്റ് കൈഫ കാലത്തിൻ ദിറാസത്ത് കുമാ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത്? കുമാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 പേരും. ഓക്കെ, ദറസ്ന ഞാന്ന് യൂസ് ചെയ്താൽ ഞങ്ങൾ, ദറസ്ന ഞങ്ങൾ,
ഓക്കെ. ദഅൗന ഞങ്ങൾ ദുആ ചെയ്തു, ഞങ്ങൾ പഠിച്ചു. ഫസിർന ഞങ്ങൾ എത്തിച്ചു. ഓക്കെ. അഹ്സൻതുമ നിങ്ങൾ രണ്ടു പേർക്കും. ജസാക്കുമ നിങ്ങൾ രണ്ടു പേർക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് വാക്കുള്ള ഇതിൽ കൂടെ ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. നോക്ക്, ഇവിടെ നമുക്ക് മുഫ്രദും ജംഉ എഴുതാനാണ്. ഉസ്താദുൻ ജംഉ അസാതിദത്തുൻ. ഉസ്താദും പറഞ്ഞാൽ ഒരു ഉസ്താദ്, അസാതിദത്തും പറഞ്ഞാൽ ഉസ്താദുമാർ എന്നായി. ത്വാലിബുൻ വിദ്യാർത്ഥി, തുല്ലാബുൻ വിദ്യാർത്ഥികൾ. ത്വാലിബത്തുൻ വിദ്യാർത്ഥിനി, ത്വാലിബാത്തുൻ വിദ്യാർത്ഥിനികൾ. സഫുൻ ക്ലാസ്, സുഫൂഫുൻ ക്ലാസുകൾ. വറക്കത്തുൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, പരീക്ഷ പേപ്പർ. ഔറാക്കുൻ പറഞ്ഞാൽ പേപ്പറുകൾ. വാജിബുൻ പറഞ്ഞാൽ നിർബന്ധമാണ്. വാജിബാത്തുൻ നിർബന്ധങ്ങളാണ്, അങ്ങനെ പറയില്ലേ. സനത്തുൻ പറഞ്ഞാൽ ഇയർ, സനവാത്തുൻ ഇയേഴ്സ്. ദർസുൻ ക്ലാസ്, ദുറൂസുൻ ദർസുൻ ലെസൺസ്, ദർസുൻ ലെസൺ, ദുറൂസുൻ ലെസൺസ്. ഓക്കെ. അപ്പോൾ ഇനി അവിടെ നമ്മൾ പറഞ്ഞില്ലേ, അത് നമുക്ക് ഇവിടെ ക്ലിയർ ആക്കാം. നമ്മുടെ പാഠഭാഗത്തിലുള്ളതൊക്കെ നമുക്ക് ഈ ഒരു വർക്കിലൂടെ നമുക്ക് ക്ലിയർ ആക്കാവുന്നതാണ്. നോക്കുക, അന്ത എന്ന് പറഞ്ഞാൽ നീ. അന്ത നീ എന്നാണെങ്കിൽ നമ്മളൊരു വേർഡിൻ്റെ കൂടെ ഇപ്പോൾ നിൻ്റെ ബുക്ക്, നിൻ്റെ പേന അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് വെറും അന്ത കിതാബ് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, അതൊരു മാച്ചിങ് ഇല്ല. അപ്പം നമ്മൾ യൂസ് ചെയ്യണതാണ് ക. കിതാബുക്ക നിൻ്റെ ബുക്ക്. ഓക്കെ. കലമുക്ക നിൻ്റെ പേന. അങ്ങനെ വരുമ്പോഴാണ് ക എന്ന് വരിക. ഇപ്പോൾ നോക്ക്, ഇലൈക്ക എന്നായി. ഇനിയിപ്പോൾ ഇലൈക്ക എന്നുള്ളത് ഇപ്പോൾ ഇനി പകരം അലൈക്ക എന്ന് എഴുതാം. അല എന്ന് ചേർത്ത് എഴുതാൻ പറഞ്ഞാൽ അലൈക്ക എന്ന് എഴുതാം. സീനില്ലല്ലോ. ഓക്കെ. ഇനി രണ്ടാമത്തെ അന്തുമ. രണ്ട് പേര്, രണ്ട് മെയിൽ. അന്ത ഈ ഫത്തഹ് വരുന്നത് ആയിരിക്കുക മെയിലാവുമ്പോഴാണ് ഈ ഫത്തഹ് വരിക. ഓക്കെ. രണ്ട് പേരുണ്ടെങ്കിൽ അന്തുമ എന്നായിരിക്കും. അവർക്ക് നമ്മൾ കൂട്ടി എഴുതുമ്പോൾ അവരുടെ ബുക്ക് എന്ന് പറയുകയാണെങ്കിൽ കിതാബുക്കുമ അവർ രണ്ടു പേരുടെയും ബുക്ക്, കലമുക്കുമ അവർ രണ്ടു പേരുടെയും പേന, അങ്ങനെ വരും. നോക്ക്, നമ്മുടെ പാഠഭാഗത്ത് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് എന്ത്, ദിറാസത്തുകുമ എങ്ങനെയാണ് നിങ്ങളുടെ പഠനം, രണ്ടുപേരുടെയും, രണ്ടാളോട് കൂടി ചോദിക്കുന്നത് കൊണ്ടാണ് കുമ എന്ന് വന്നത്. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. എന്താണ് അന്തും. അന്തും എന്ന് പറഞ്ഞാൽ കുറേ പേരുണ്ടെങ്കിലാണ് അന്തും എന്ന് യൂസ് ചെയ്യുക. കുറേ മെയിൽ ആണുങ്ങളുണ്ടെങ്കിലാണ് അന്തും എന്ന് യൂസ് ചെയ്യുക. അപ്പം നമ്മൾ ഒരു വേർഡിൻ്റെ കൂടെ ആകുമ്പോൾ കും എന്ന് വരും. ഇപ്പോൾ നാജിഹക്കും നിങ്ങളെല്ലാവരും വിജയിച്ച്. കുല്ലുക്കും നിങ്ങളെല്ലാവരും, നമ്മുടെ പാഠഭാഗത്തിൽ വന്നതാണ് കുല്ലുക്കും എല്ലാവരും. അപ്പോൾ അതിന് നമ്മൾ കും എന്ന് യൂസ് ചെയ്യും. ഓക്കെ. ഇനി അന്തി കെസർ വന്നാൽ നിങ്ങൾക്ക് അപ്പം മനസ്സിലാക്കണം അതൊരു ഫീമെയിലിൻ്റെ കേസിലാണ്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ കേസിലാണ് അവിടെ അത് യൂസ് ചെയ്യുക. അപ്പോൾ അന്തി എന്ന് പറഞ്ഞാൽ നീ തന്നെയാണ് അർത്ഥം വരുന്നത്, പക്ഷേ ഒരു ഗേളിനോടായിരിക്കും പറയാം. അപ്പം നമ്മളവിടെ എന്ത് വരും, കിതാബുക്കി നിൻ്റെ ബുക്ക്, കലമുക്കി നിൻ്റെ പേന, ദറസുക്കി നിൻ്റെ പാഠം, അങ്ങനെ വരും കേട്ടോ. ഇനി അന്തുമ എന്നുള്ള കേസ് രണ്ടാർക്കും സെയിം ആണ്. കുമ തന്നെയാണ് വരിക, അന്തുമ എന്നാണ് വരിക. ഇനി അന്തുന്ന എന്ന് പറഞ്ഞാൽ കുറേ പേരുണ്ടെങ്കിലാണ് അന്തുന്ന എന്ന് യൂസ് ചെയ്യാം. അപ്പം നമ്മളത് അവരുടെ ബുക്ക് എന്ന് പറയുകയാണെങ്കിൽ കിതാബുക്കുന്ന എന്ന് വരും. കിതാബുക്ക് എന്ന് പറഞ്ഞാൽ കുറേ ചെക്കന്മാർ, ബോയ്സിൻ്റെ ബുക്കാണെങ്കിലാണ് കിതാബുക്ക് എന്ന് വരിക. ഗേൾസ് ആണെങ്കിൽ കിതാബുക്കുന്ന. ഓക്കെ. അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം, ഞാൻ. അപ്പോൾ നമ്മളത് കൂട്ടി എഴുതുമ്പോൾ നീന്ന് കൂട്ടി എഴുതും. ഇപ്പോൾ നോക്ക്, ഇതൊക്കെ ഇലയ്യ ഈ യാന്നാണ് നോക്കണത് കേട്ടോ. അപ്പോൾ യാന്ന് കൂട്ടി എഴുതും, ഇലയ്യ അലയ്യ, അങ്ങനെ വരും കേട്ടോ അന എന്നുള്ളത്. ഇനി നഹ്നു എന്നുള്ള കേസാകുമ്പോൾ നഹ്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്നാണ് അർത്ഥം വരുന്നത്. അതിന് നമ്മൾ ന എന്ന് ചേർത്താൽ മതി. ഇലൈന അലൈന അങ്ങനെ വരും. നമ്മൾ ഈ പാഠഭാഗത്ത് നോക്കുക, ഉസ്താദന ഞങ്ങളുടെ ഉസ്താദേ പറയും. പിന്നെ പറയും ദറസ്ന ഞങ്ങൾ പഠിച്ചു, ദഅൗന ഞങ്ങൾ ദുആ ചെയ്തു. ഒക്കെ നായാണ്, ഞങ്ങൾ എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് ഈ ഒരു പാഠഭാഗത്തിൽ മെയിനായിട്ട് അന്ത എന്ന് പറഞ്ഞാൽ ഒരു ആണ്, അന്തുമ രണ്ട് പേര്, അന്തും കുറേ പേര്. അന്തി പറഞ്ഞാൽ ഒരു പെണ്ണ്, അന്തുമ പറഞ്ഞാൽ അവർ രണ്ട് പേര്, അന്തുന്ന പറഞ്ഞാൽ അവർ ഒരുപാട് പേര്. അന എന്ന് പറഞ്ഞാൽ ഞാൻ, നഹ്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ. ഓക്കെ. ഇനി അടുത്തത് പറഞ്ഞാൽ എന്താണ്, ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാണ്. നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ്സ് തന്നിട്ടുണ്ട്. കൈഫ എന്ന് പറഞ്ഞാൽ എങ്ങനെ, വജത പറഞ്ഞാൽ എത്തിച്ചു, മൻ ആര്, അന്തുമ അവർ രണ്ടു പേർ, ഹൈറൻ നല്ലത്,
കുല്ലുകുന്ന നിങ്ങൾക്ക് എല്ലാവരും, നിങ്ങളെല്ലാവരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇത് പറഞ്ഞാൽ അൽ ഫാഹിഖു ഫിൽ ഇംതിഹാനി, പരീക്ഷയിൽ വിജയിച്ചു. അപ്പോൾ അവിടെ എന്താ വരിക, ആരാണ് പരീക്ഷയിൽ വിജയിച്ചു എന്നല്ലേ. അപ്പോൾ മൻ ഫാഹിഖു ഫിൽ ഇംതിഹാനി. നെക്സ്റ്റ് അൻതുന്ന. അൻതുന്ന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, കുറേ സ്ത്രീകളുണ്ടാണെങ്കിൽ അൻതുന്ന എന്ന് വരിക. അപ്പോൾ അതിൽ വെച്ച് എന്താ, കുല്ലുകുന്ന എന്നായിരിക്കും. അത് പിന്നെ വേറെ ഒന്നും നോക്കാനില്ല, അർത്ഥം നോക്കാൻ ആവശ്യമില്ല. കുല്ലുകുന്ന എന്ന് നേരെ എഴുതി കൊടുത്ത്. നെക്സ്റ്റ് യാ ത്വാലിബത്താനി. ത്വാലിബത്താനി പറഞ്ഞാൽ 2 പെൺകുട്ടികളായി, ത്വാലിബത്താനി പറഞ്ഞാൽ 2 വിദ്യാർത്ഥിനികളായി. അപ്പോൾ അവിടെ എന്താ വരിക നോക്ക്, കൈഫ എന്ന് വരുമോ, ഇല്ല. വജദ എന്ന് വരുമോ, ഇല്ല. അൻതുമാ, അവർ 2 പേരും. ഓക്കെ, അതാണ് ഇവിടെ വരിക. നെക്സ്റ്റ് മൻജദ്ദ. മൻജദ്ദ എന്താ, വജദ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡാഷ് കാനത്തി ദിറാസ്തുകുമ. എങ്ങനെ കാനത്തി ദിറാസ്തുമ, 2 പേരുടെയും പഠനം എന്നാണ് അർത്ഥം വരുന്നത്. കൈഫ പറഞ്ഞാൽ എങ്ങനെയായിരുന്നു നിങ്ങൾ 2 പേരുടെയും പഠനം. അപ്പോൾ കൈഫ എന്ന് വരും. നെക്സ്റ്റ് ജസാക്കുമുല്ലാഹു ഹൈറൻ. ഓക്കെ, അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ നുത്തർജിം. നുത്തർജിം പറഞ്ഞാൽ തർജിമ ചെയ്യുക. അറബിയിൽ തന്നിട്ടുണ്ട് മലയാളത്തേക്ക് ആക്കുക. ന്യൂ ഐറ്റീബ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വരും. ന്യൂ ഐറ്റീബ് എന്ന് പറഞ്ഞാൽ അറബിയിലാക്കുക. അപ്പോൾ നമുക്ക് മലയാളം തരും, അറബിയിൽ എഴുതേണ്ടി വരും. ഇവിടെ നമുക്ക് അറബി തന്നിട്ടുണ്ട്, മലയാളത്തേക്ക് എഴുതുക. മൻ ജദ്ദ വജദ, അതിൻ്റെ അർത്ഥം എന്താ, പരിശ്രമിച്ചവൻ എത്തിക്കും. എന്താണ്, പരിശ്രമിച്ചവൻ എത്തിക്കും. മനിൽ ഫാഹിഖി ഫിൽ ഇംതിഹാനി, പരീക്ഷയിൽ ഉന്നത സ്ഥാനം ആർക്ക്, അതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. മനിൽ ആരാണ്, ഫാഹിഖി ഉന്നതൻ, ഫിൽ ഇംതിഹാനി പരീക്ഷയിൽ, കുല്ലുക്കും നിങ്ങളെല്ലാവരും നാജിഊൻ വിജയിച്ചിരിക്കുന്നു, നിങ്ങളെല്ലാവരും വിജയിച്ചു, അതാണ് അതിൻ്റെ അർത്ഥം. ഇനി നോക്കും, നിസ്ഫുൻ എന്ന് പറഞ്ഞാൽ ഹാഫ്, പകുതി. റുബോൻ പറഞ്ഞാൽ 1/4, സുലുസും പറഞ്ഞാൽ 1/3, വാഹിദ് എന്ന് പറഞ്ഞാൽ 1. നമ്മൾ ഈ പാഠഭാഗത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു റുബോൻ നിസ്ഫുൻ. അപ്പോൾ അതുകൊണ്ടാണ് അത് ഇവിടെ കറക്റ്റ് തന്നിക്കുന്നത്. നിസ്ഫുൻ പറഞ്ഞാൽ പകുതി 1/2, റുബോൻ പറഞ്ഞാൽ 1/4, സുലുസും പറഞ്ഞാൽ 1/3, വാഹിദ് എന്ന് പറഞ്ഞാൽ 1. ഓക്കെ, ഇനി നെക്സ്റ്റ് നെക്തുബു മുലാരി. മുലാരി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വസാടെ യബസ ഓ കാല യകൂലു ദഅ യദഅ ദറസ യദറസ വജദ യൂജദ ഇജ്തഹിദ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് പറഞ്ഞാൽ നമ്മുടെ ഖുർആനിൽ വന്നിട്ടുള്ള കുറച്ച് ഈ ലമായിർ, ഈ അൻതുമ, അതൊക്കെ ഉള്ള ഒരു 2, 3, 4 ആയത്തുകളാണ് കൊടുത്തിരിക്കുന്നത്. അലം നശ്റഅ ലക സ്വദ്റക് ഇന്നക അന്തൽ വഹാബ് വഖാല മാ നഹാകുമ റബ്ബുകുമ ഹുന്ന ലിബാസുൻ ലക്കും വ അൻതും ലിബാസുൻ ലഹുന്ന. ഓക്കെ, ഇനി ഇത് പറഞ്ഞാൽ എന്താ, അതിൻ്റെ മേലെ കൂടെ എഴുതാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ പാഠഭാഗം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഓൾറെഡി 1 മുതൽ 5 വരെയുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ അത് പോയിട്ട് ചെക്ക് ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് പോയി ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.